നേരെ ഒട്ടിക്കടാ. പൊട്ടട്ടടാ അങ്ങട്. ഇത് മറന്നു പോരുത് കേട്ടാ. ഹരി, നിനക്കൊന്നും പറ്റില്ല. എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ? വന്നല്ലോ മഹാത്മാഗാന്ധി. അവന്മാര് പോക്കത്തിനെ കാണിച്ചാൽ പോരാ, പിന്നെ എന്നെ അവരെ തല്ലും കൊള്ളണം. അല്ലോ എടാ, ഹരി നിന്നോടൊരു കാര്യം പറയാൻ വന്നാണ് ഞാൻ. മറന്നു. വാ എല്ലാരും വാ. എടാ, പണിക്കര മുതലാളിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പെണ്ണ് രേഖയും തമ്മിലുള്ള പോക്കത്ര ശരിയാണ്? അവൾ എന്ത് വേണേ ആയിക്കോട്ടെ, ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാ പിന്നെ അവൾക്ക് എന്നെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട, അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നൊന്ന് അച്ഛൻ അറിഞ്ഞാ തീർന്നു. നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി, യാതൊരു വിവരവും. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. അതെല്ലാം കണ്ട് വാ 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 വാ, എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്, നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം. നീ വരുന്നോ? വരുന്നോ? കായുണ്ടോ കയ്യിൽ? ഇനി ഇപ്പൊ കായ ഉണ്ടെങ്കിലും ഞാനില്ല, നിങ്ങ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ? സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ, ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റില്ലല്ലോ. എടാ നമുക്കേ, ആണുങ്ങൾ വഴി തെറ്റിയ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തറാവൂ. ആ കായിന് അരിപ്പം അങ്ങനെ വഴിയുണ്ടാക്കാം. അങ്ങനെ അട്ടപ്പടലേ എന്ന് പറയട്ടെ. എടാ, മറ്റേ കൊലം കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, നീ താഴെ ഇറങ്ങി. അത് ഇളം കൊല. ഇതുകൊണ്ടെന്നാ ചെയ്യാനാ? ഇതൊക്കെ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറയാം, കൈ കാശിലാന്ന് പറഞ്ഞു കൊലച്ചു കൊടുക്കല്ലേടാ. എടാ, ഇറങ്ങി പോരെ. ഒന്ന് പിടിച്ചു. 1 2 ഒന്ന് നിർത്തറാവുന്നല്ലേ? ഇവിടെ വെള്ളം കുടിക്കാൻ കായില്ലായിരിക്കും.